ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതത്തിൻ്റെ ഓണപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. നമുക്ക് ഓണപരീക്ഷയ്ക്ക് നമുക്കിപ്പോൾ വരുന്ന ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ഒന്നുമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ക്ലാസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. 2 മണിക്കൂറും 15 മിനിറ്റുമാണ് എക്സാം. ആദ്യത്തെ 15 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാനുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. അതിൽ ഉപപ്രവർത്തനങ്ങൾക്കും ഉത്തരം എഴുതണം. 3ാമത്തെയും 5ാമത്തെയും ചോദ്യങ്ങൾക്ക് അതായത് ചോയ്സ് ഉണ്ട്. നമുക്ക് ഓർ ക്വസ്റ്റ്യൻ പോലെ ഉണ്ടാവും. അതായത് 3, 5 എന്നിവയിൽ ഓരോന്നിലും 2 പ്രവർത്തനങ്ങൾ വീതമുണ്ട്. അതിൽ ഓരോന്ന് വീതം എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക നിർദ്ദേശങ്ങൾ. ഒന്നാമത്തെ പ്രവർത്തനം എന്താ? എണ്ണാം എഴുതാം. അതായത് രൂപങ്ങളാണ് അല്ലേ, രൂപങ്ങൾ എണ്ണീറ്റ് എഴുതുന്നതാണ്. അതിൽ ചിത്രം നോക്കുക. ഇതാണ് ചിത്രം. അതിൽ ചോദ്യം, ചിത്രത്തിലെ രൂപങ്ങൾ എണ്ണി എഴുതുക. എന്തൊക്കെയുണ്ട്? ചതുരം, ത്രികോണം, വൃത്തം. ഇതിൽ എത്രണ്ണം ഓരോന്നും എണ്ണി നോക്കുക, എണ്ണം എഴുതുകയാണ് ചെയ്യേണ്ടത്. ബി ചോദ്യം എന്താണ്? തുടർന്ന് വരുന്നത് വരച്ചു ചേർക്കൂ. അതായത് ഒരു ചിത്രത്തിന്റെ ഒരു പാറ്റേൺ ആണ്, ചിത്രം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാറ്റേൺ ആണിത്. ഇത്തരം പാറ്റേൺ വരുന്ന ചോദ്യങ്ങളൊക്കെ എക്സാം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പൊ എക്സാം തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതിൽ തന്നെയാണ് സി ചോദ്യം. അടുത്തത് ചെയ്തതും ഒരു പാറ്റേൺ ആണ്. അപ്പൊ അതിൽ സി ചോദ്യത്തിന് എന്താണ് ശരിയായിട്ടുള്ളത്? ടിക്ക് ഇട്ടാൽ മതി. ഇവിടെ ABCD ഉണ്ട്. അപ്പൊ അടുത്ത പാറ്റേൺ ഏതാണോ വരിക അത് ടിക്ക് കൊടുത്താൽ മതി. രണ്ടാമത്തെ പ്രവർത്തനം മൃഗശാല സന്ദർശിക്കാൻ കുട്ടികൾ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുത്ത പ്രവർത്തന ടിക്കറ്റിലെ നമ്പറുകൾ ചുവടെ തന്നിരിക്കുന്നു. ബസ് 1 438 മുതൽ 490 വരെ, ബസ് 2 500 മുതൽ 553 വരെ, ബസ് 3 599 മുതൽ 608 വരെ,